الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ജുമുഅ ദിവസം ഇബാദത്തിന് വേണ്ടി അവൻ്റെ പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ബുദ്ധിമുട്ടിലായി യാതനയിലായി കഴിയുന്ന ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു തആല ക്ഷമയുടെ പ്രതിഫലവും അല്ലാഹു നൽകുമാറാകട്ടെ. മുഴുവൻ അപകടങ്ങളെ തൊട്ടും അനർത്ഥങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെയും ലോക മനുഷ്യരെയും അല്ലാഹു കാക്കുമാറാകട്ടെ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഴ്ചയിലാണ് നാം ഓരോരുത്തരും. മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട്, മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ പല നിയമങ്ങളും പല വ്യവസ്ഥകളും അതിദാരുണമായ അവസ്ഥയിലേക്ക്, ആശങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സുദിനം നമ്മളിലേക്ക് സമാഗതമാകാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷവും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എല്ലാ പള്ളികളിലും 2-3 ആഴ്ചകളിൽ ചർച്ച ചെയ്യുന്ന മസ്ജിദുകളുണ്ട്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാതെ ഒരു മസ്ജിദും കടന്നു പോകില്ല. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം ഇങ്ങനെ നമ്മളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? മുസ്ലിം പേഴ്സൺ ലോ ബോർഡുമായി ബന്ധപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മളുടെ മസ്ജിദുകളിൽ മാത്രം പരിമിതപ്പെടുത്താൻ പാടില്ല. നമ്മളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളിൽ 2 വാക്ക് പറയാനുള്ള അവസരം നമ്മളിൽ ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം അത് കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തണം. കുട്ടികളെയും പ്രായമുള്ളവരെയും എല്ലാം വീട്ടിലിരുത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ ചർച്ച ചെയ്യുകയും അറിയാവുന്ന വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അതുമായി ബന്ധപ്പെട്ട വിഷയം മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ മുൻഗാമികളായ നബിമാരുടെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല നബിമാരുടെ സുഹൃത്തുക്കളുടെയും ചരിത്രം ഇങ്ങനെ വിശാലമായി വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ പരിമിതപ്പെടുത്തുമ്പോൾ വിശുദ്ധമായ ഖുർആൻ മുൻഗാമികളുടെ ചരിത്രം ഇങ്ങനെ വിശാലമായി ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞു, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്. അല്ലയോ പ്രവാചകരെ,
മുൻഗാമികളുടെ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത്രയും ഒന്നുമല്ല എങ്കിലും അതിന് സമാനമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമാഗതമാകുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാളും ഭാരിച്ച വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ഉറപ്പുണ്ടാകാനും അതിൻ്റെ മുമ്പിൽ എന്ത് സമീപനമെടുക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുമാണ് അള്ളാഹു ഇങ്ങനെ വിശാലമായി ഇത് വിശദീകരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങയുടെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ അള്ളാഹു നമ്മുടെ മനസ്സുകളെയെല്ലാം ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും. നമ്മുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഹദീസ് കൂടിയാണ്. നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ കഴിയുന്നതായ നല്ല കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് അടർത്തിയെടുത്ത് നിങ്ങളുടെ ജീവിതമാക്കാൻ കഴിയുന്നതായ മാതൃകാപരമായ സ്വഭാവ ഗുണങ്ങൾ, അത് നിങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യണം. അത് നിങ്ങൾക്കും പകരാനായിട്ട് പ്രിയപ്പെട്ടവരെ മുമ്പിലേക്ക് വന്ന് സഫുകൾ പൂർത്തിയാക്കിയിരിക്കും. നമ്മൾ മുമ്പിൽ ഇങ്ങനെ വിടവിടുമ്പോൾ പിന്നീട് വരുന്നവർ ആ വിടവിലിരിക്കാനായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ പെരടിയുടെ മുകളിലൂടെ ഇങ്ങനെ കാല് വെച്ച് കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടുത്ത വാക്കിൽ വളരെ ശകാരത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമാണ് പള്ളിയിൽ സഫിന് മുകളിലൂടെ, തോളിന് മുകളിലൂടെ കാല് വെച്ച് കടന്നു പോകൽ. നമ്മളതിന് കാരണമാകാനും പാടില്ല. അതുകൊണ്ട് നേരത്തെ വരുന്നവർ മുമ്പിലുള്ള സഫുകൾ പൂർത്തിയാക്കിയിരിക്കും, പിന്നീട് വരുന്നവർ പുറകിലിരിക്കും. ആരുടെയും പെരടിയുടെ മുകളിലൂടെ കാല് കടത്തി വെക്കാതെ നമ്മൾ കടന്നു വരും. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും നമ്മളെ ഏറ്റവും മുമ്പിലായിട്ട് അള്ളാഹു തആല എത്തിക്കുമാറാകട്ടെ. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, ഓരോ മനുഷ്യരുടെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങൾ, അതിൽ അവർക്ക് സഹിക്കേണ്ടി വന്നതായ പീഡനങ്ങളും യാതനകളും, അതിൽ അവർ അനുഭവിക്കേണ്ടി വന്നതായ ജീവത്യാഗങ്ങൾ പോലും വളരെ വിശാലമായി നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ കിടക്കുമ്പോൾ, മനഃപൂർവ്വം പലപ്പോഴും പല ചരിത്രങ്ങളും നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യാതെ പോകുമ്പോൾ, മഹാരഥന്മാരായ ആൾക്കാരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ മനോനുകരങ്ങളിൽ പോലും ചില പേരുകൾ മാത്രമായി തങ്ങി നിൽക്കുമ്പോൾ, അവരോടൊപ്പം തോളോട് ചേർത്ത് നിന്ന്, അല്ലെങ്കിൽ അവരെ പോലും പ്രേരിപ്പിക്കുന്ന രീതിയിൽ മുമ്പിൽ നിന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ പോകുന്നത് ഈ രാജ്യത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ് എന്നാണ് മുസ്ലിം പേഴ്സൺ ലോ ബോർഡിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാര് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് തന്നെ വിശാലമല്ല എങ്കിലും ചെറിയ രീതിയിൽ ചർച്ച ചെയ്തു പോകാൻ നമ്മുടെ ബാധ്യതയാണ്. മുസ്നദെ ഹിന്ദി എന്നറിയപ്പെടുന്ന മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, അതായത് ഇന്ത്യയിലുള്ള ഏതെല്ലാം ഹദീസുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുണ്ടോ ആ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഹദീസിന്റെ ബന്ധം അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. മഹാനവറുകളെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളുടെയും സനദ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുമായി എത്തൂല. ആ മഹാനവറുകളാണ് ആദ്യമായി ഈ രാജ്യത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ചർച്ച തന്നെ കൊണ്ടുവരുന്നത്. പല തരത്തിലുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ നൂറ്റാണ്ടുകളോളം വൈദേശികൾ മുസ്ലിമീങ്ങളെയല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരെയും അടിമകളെക്കാളും അധപ്പതിച്ച് അധപ്പതനത്തിന്റെ പടുംകുഴിയിൽ കുഴിച്ചിട്ടപ്പോൾ, പല തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പല മുറവിളികളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുമ്പോൾ, ആദ്യമായി ഈ രാജ്യത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ചർച്ച തന്നെ കൊണ്ടുവരുന്നത് വിശുദ്ധമായ ഖുർആനും ഹദീസും നെഞ്ചോടടുപ്പിച്ച് മുമ്പിൽ ശിഷ്യന്മാരെ മാത്രം കണ്ടു വളർന്ന, വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യത്യസ്തമായ തലങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതൻ ലോകത്തിനോട്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനതയോട് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ച കൊണ്ടുവരികയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്ന മഹാരഥന്മാരെന്നറിയപ്പെടുന്ന പലരും ആദ്യം അതിനെ നിഷേധിച്ചെങ്കിലും പിന്നീട് അതിന്റെ പിറകെ കൂടേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വിശാലമായി പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തത് ആ ചർച്ചകളിലേക്കൊന്നും കടക്കുന്നില്ല. നാം ഏറ്റവും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങളുടെ അടയാളങ്ങളെ മനഃപൂർവ്വം തുടച്ചു മാറ്റണമെന്നുള്ള അശ്രാന്ത പരിശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഏറ്റവും അവസാനത്തെ ചർച്ച സ്വാതന്ത്ര്യ സമരത്തിൽ ഷഹീദാക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവഹാനിയാക്കപ്പെട്ട മഹാരഥന്മാരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യ ഗേറ്റ് അടക്കം പൊളിച്ചു മാറ്റണമെന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിലെഴുതിയിരിക്കുന്ന പേരുകളിൽ അധികവും മൗലാനമാരുടെ പേരാകുമ്പോൾ, അതിലെഴുതിയിരിക്കുന്ന പേരുകൾ അധികവും നീളമുള്ള ധാടിയും നീളമുള്ള ജുബ്ബയും ധരിച്ച വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാരുടെ പേരാകുമ്പോൾ,
അത് വല്ലാത്ത അസഹനീയമായി തോന്നുന്ന, അത് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു വിഭാഗം അതുപോലും പൊളിച്ചു മാറ്റാനുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്തിനോട് കൂറുള്ള സർവ്വ മനുഷ്യരോടും വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നൽകിയ പിൻബലത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്ന് പണ്ഡിത വിഭാഗത്തെ കൊണ്ട് ഫത്വ പുറപ്പെടുവിപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ വാചാലമായ സംസാരങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്കതെല്ലാം അവിസ്മരിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ആയത്ത കുന്തും ഖൈറ ഉമ്മത്തിൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രബോധകരായ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ആരോടാണോ ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും മുമ്പിൽ കാണുന്ന ഖുർആനിനെ വിശ്വസിക്കുന്ന മുഅ്മിനീകളായ മനുഷ്യരോട് അല്ലാഹു പറയുകയാ കുന്തും, നിങ്ങളാകുന്ന ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കുന്ന സമൂഹമേ, ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ്, നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടരായ സ്വഭാവമുള്ള ആൾക്കാരാണ്, ഏറ്റവും നല്ല ആൾക്കാരാ. എന്നിട്ട് അല്ലാഹു തആല അതൊരു ആലങ്കാരികമായി പറഞ്ഞതല്ല. എങ്ങനെ നിങ്ങൾക്ക് അതുണ്ടാകുന്നത് അല്ലാഹു തആല തുടർന്ന് വിശദീകരിക്കുകയാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെ നിങ്ങൾ തടയുന്നവരാകും. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ദുനിയാവിലും ഈ ഭൗതികമായ ലോകത്തിലും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. മരണത്തിന് ശേഷവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. അവർക്ക് നന്മയുണ്ടാകുന്നത് നിങ്ങൾക്ക് സന്തോഷമായി തീരും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്തുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ പല ആൾക്കാരും മുസ്ലിം അല്ലാത്ത പല സഹോദരങ്ങളും എടുത്തുദ്ധരിക്കുകയാ. എല്ലാവരും നമ്മൾ ആരെയും അള്ളാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് ആരെയും പൊക്കി പറയുന്നില്ല. പക്ഷേ ചില സഹോദരങ്ങളുടെ അവരുടെ മനസ്സകത്തിൽ നിന്ന് വന്ന വളരെ വികാരപരമായ ചില വാക്കുകൾ ഈ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന ആവേശം കാണുമ്പോൾ അതിന്റെ പിൻഫലം അവരുടെ ഗ്രന്ഥമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റൂല. അല്ലാഹു നമുക്ക് ആ മനസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മുസ്ലിമീങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യമായി ജീവിക്കാനല്ല ഈ മഹാരഥന്മാരായ പണ്ഡിത വിഭാഗം മുമ്പിലേക്ക് വന്നത്. ഇന്നും നമുക്കറിയാം യുപിയുടെ പ്രധാനപ്പെട്ട ജില്ലയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു മസ്ജിദും അതുമായി ബന്ധപ്പെട്ട് കുറെ പണ്ഡിതന്മാരും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഒരുപാട് പണ്ഡിതന്മാർ ഡിഗ്രി എടുക്കാൻ പോകുന്ന ഒരു സ്ഥാപനമുണ്ട്. ദൈവബന്ധിൽ ദാറുൽ ഉലൂം എന്ന് പറയുന്ന ഒരു ദൈവബന്ധ ഒരു സ്ഥാപനം. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. അതുപോലെയുള്ള പതിനായിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്നവർ പള്ളി മിമ്പറുകളിൽ പ്രസംഗിക്കണമെന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്ക് രണ്ടാമതാണുള്ളത്. ഒന്നാമതായി ഈ രാജ്യത്തെ നാനാവിധ വിഭാഗ ജനങ്ങളെയും ഒരേപോലെ ഒരുമിച്ച് നിർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനുള്ള ഒരു വിഭാഗത്തെ സന്നദ്ധമാക്കാനാ ഈ പള്ളികളും ഈ മസ്ജിദുകളും ഈ മദ്രസകളും ഞങ്ങൾ നിർമ്മിച്ചത് എന്ന് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നും കാണത്തക്ക രീതിയിൽ ലോകത്തിനു മുമ്പിൽ പ്രസിദ്ധമാണ്. എങ്കിൽ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്കിത് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഒരു വർഷം പഠിക്കാൻ ഭാഗ്യം കിട്ടി. അതിന് തൊട്ടടുത്തൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിന്റെ പേര് തന്നെ മസ്ജിദെ ഖൂൻ എന്നാണ്, രക്തത്തിന്റെ പള്ളി എന്ന പേര്. എന്താ കാരണം? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത് അതിന്റെ ഇടയിൽ നമസ്കരിക്കാൻ വന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാർ നമസ്കാരത്തിൽ സുജൂദിലായി കൊണ്ടിരിക്കുമ്പോൾ ഭീരുക്കളായ ഇന്നും അങ്ങനെ തന്നെയാണ് അസാഹിത്യത്തിന്റെ അല്ലെങ്കിൽ കറുത്ത വിഭാഗത്വം എന്ന് പറയാൻ പറ്റുന്നതിനേക്കാളും മോശമായ മാനസിക അവസ്ഥയുള്ള ഈ വിഭാഗം മനുഷ്യനെ കൊന്നൊടുക്കൽ ആനന്ദമായി കാണുന്ന, മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഹനിക്കൽ ആനന്ദമായി കാണുന്ന, മനുഷ്യനായി കാണാത്ത വിഭാഗം എന്തെല്ലാം ശക്തികൾ അവരുടെ കയ്യിലുണ്ടെങ്കിലും അന്നും ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ഭീരുക്കൾ അവർ തന്നെയാണ്. നമസ്കാരത്തിലായിക്കൊണ്ടിരുന്നപ്പോൾ, റുക്കൂഇലായിക്കൊണ്ടിരുന്നപ്പോൾ, സുജൂദിലായിക്കൊണ്ടിരുന്നപ്പോൾ പറയിൽ വന്ന് വെള്ളപ്പൊട്ടാരം ആ പണ്ഡിതന്മാരെ പറകിലൂടെ നിറയൊഴിച്ചിട്ട് കൊന്നുകളഞ്ഞു. ആ മസ്ജിദിന്റെ പേര് ഇന്നും കാണാൻ കഴിയും, മസ്ജിദെ ഖൂൻ. രക്തപ്പുഴയായിരുന്നു, അല്ലെങ്കിൽ രക്തം ഇങ്ങനെ ആ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് ചാലിട്ടൊഴുകി. അള്ളാഹു അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹ് നമ്മളോട് പറയുകയാ, നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കപ്പെടുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ. മുഅ്മിനായ മനുഷ്യരെ, നിന്റെ ഈമാൻ യഖീനിന്റെ ഭാഗത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാം വിശ്വാസികളാണ്.
നമ്മളെല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ നമ്മളുടെ വിശ്വാസം യഖീനിന്റെ അവസ്ഥയിലേക്ക് എത്തണം. ആ യഖീനിന്റെ അവസ്ഥയിലേക്ക് നമ്മളുടെ ഈമാൻ എത്തുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടവരാകുന്നത്. അതെങ്ങനെ പ്രിയപ്പെട്ടവരെ? നമ്മളിങ്ങനെ പറയാറുണ്ട്, മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ വന്നാലും ഈമാനിൽ നിന്നും ഒരൽപ്പം പോലും പോകാതെ ഉറച്ചു നിൽക്കണം. അങ്ങനെ തന്നെ വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. യഖീനിന്റെ അർത്ഥം വിശദീകരിക്കുകയാ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭൂമി പിളർന്ന് അതിനകത്തേക്ക് നിങ്ങൾ ആപതിക്കപ്പെടുന്ന സന്ദർഭം എത്തുമ്പോഴും നിങ്ങളുടെ വിശ്വാസം രൂഢമൂലമാകുന്നതല്ലാതെ അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല. ആകാശം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നതായിട്ട് കണ്ടാലും ഖിയാമത്ത് നാളിന്റെ സന്ദർഭം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈ പർവ്വതങ്ങളെല്ലാം ധൂളികളായിട്ട് പടർത്തപ്പെടുന്നതായ സന്ദർഭത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അത് നിങ്ങൾ നേർക്കുനേരെ കാണേണ്ട സന്ദർഭം വന്നാലും നിങ്ങളുടെ ഈമാനിൽ ഒരൽപ്പം പോലും പിറകോട്ട് പോകാൻ പാടില്ല. അടിയുറച്ച വിശ്വാസമുള്ളവരാകണം. ആ വിശ്വാസത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നതാകണം മുൻഗാമികളുടെ ചരിത്രമെന്ന് വിശുദ്ധ ഖുർആൻ. ഉറപ്പിച്ചു നിർത്തണം. പർവ്വതത്തെക്കാളും ഉറപ്പോടുകൂടി നിങ്ങളുടെ ബദലങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ഈ ആയത്തുകളും ഈ ചരിത്രങ്ങളും നിങ്ങൾക്ക് സാക്ഷിയാകണമെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദുരന്തമായിട്ട് അവസാന സമയത്ത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ അടയാളങ്ങളെ തുടച്ചു നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളെ തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ സർവാധിപത്യവും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ, രാജ്യത്ത് അന്നു മുതൽ മുസ്ലിമീങ്ങൾക്ക് കൽപ്പിച്ചിരുന്ന എല്ലാം നഷ്ടപ്പെടുത്തണമെന്നുള്ള പരിശ്രമത്തിന്റെ പിറകെ പോകുമ്പോൾ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഈ പ്രാവശ്യത്തെ ഇലക്ഷനെയും അതിനുശേഷമുള്ള സമീപനങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ശേഷം മാത്രം 12-ലധികം ആൾക്കൊല, കൂട്ടക്കൊല നമ്മളുടെ ഇടയിൽ നടന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുകയാ. മുസ്ലിമീങ്ങൾ അവർ വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഒരു പ്രദേശത്തെ വീട് മുഴുവനും ബുൾഡോസർ കൊണ്ട് പൊളിച്ചു മാറ്റിയിരിക്കുകയാ. നമ്മളിൽ ആരാ ഇന്ന് ചർച്ച പോലും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പോലും താല്പര്യമല്ലാതായി മാറിയിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ വേട്ടയാട്ടപ്പെടുന്നതാകുന്നതിന്റെ പേരിൽ നമുക്ക് പോലും ഇന്ന് പറയാൻ സമയമില്ല, കേൾക്കാൻ പോലും നമുക്ക് ചർച്ചയില്ല. ഈ രാജ്യത്തിന്റെ അവസ്ഥ അതിദാരുണമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതിന്റെ പേരിൽ ഒരു പ്രദേശത്തെ വീട് മുഴുവനും ബുൾഡോസർ കൊണ്ട് പൊളിച്ചു മാറ്റപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നിരോധിക്കപ്പെട്ടതായ മൃഗത്തിന്റെ മാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് 12ഓളം ആൾക്കാരെ പെരുന്നാളിന് ശേഷം, പെരുന്നാളിന്റെ അന്നത്തെ രാത്രിയിലടക്കം തല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അവസാനമായി മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അഭിമാനമായി കാണുന്ന, ഇന്ന് നമ്മളുടെ മുമ്പിൽ ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ ഇല്ല എങ്കിലും മുസ്ലിമീങ്ങൾ ആവേശത്തോടു കൂടി നൽകും. കാരണം എന്താ? ഞാൻ ഈ നൽകുന്ന 10 രൂപ വഖഫ് ഭൂമിയിലേക്കാണ് നൽകപ്പെടുന്നത്, വഖഫ് സ്വത്തിലേക്കാണ് നൽകപ്പെടുന്നത്. കാരണം എന്താ? അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് മാറിക്കഴിഞ്ഞു. അത് മുസ്ലിമീങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കാണുന്ന വഖഫുമായി ബന്ധപ്പെട്ട സർവ്വ നിയമങ്ങളും പൊളിച്ചെടുക്കണമെന്നും വഖഫിന്റെ ആധിപത്യം ഇല്ലാതാക്കണമെന്നുമുള്ള അശ്രാന്ത പരിശ്രമം 2-3 ദിവസം കൊണ്ട് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ? വഖഫ് പല തരത്തിലുള്ള ദാനധർമ്മമാണ് നമ്മളുടെ ഇടയിൽ നടക്കാറുള്ളത്. ചില ആൾക്കാരുടെ ഒരു അത്യാവശ്യം വരുമ്പോൾ സഹായിക്കാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹായിക്കണം, മുഖം നോക്കാൻ പാടില്ല, ജാതി നോക്കാൻ പാടില്ല, വർണ്ണം നോക്കാൻ പാടില്ല, വർഗം നോക്കാൻ പാടില്ല. അവനെ സഹായിക്കുന്നതിന്റെ ബാധ്യതയാ. അല്ലാഹു ഇബാദത്തിന്റെ പ്രതിഫലം നൽകും. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇബാദത്തുമായി മാത്രം കെട്ടിപ്പടഞ്ഞു കിടക്കുകയല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമാക്കിയാൽ ഇബാദത്തിന്റെ നിർവചനം അല്ലാഹു നമസ്കാരത്തെ വിശദീകരിക്കുമ്പോൾ, അല്ലാഹു നോമ്പിനെ വിശദീകരിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് സക്കാത്തിനെയും സദഖയും വിശദീകരിക്കുകയാ. നിന്റെ സമ്പത്തിന്റെ 2.5% സക്കാത്തായിട്ട് നിന്റെ വിഭാഗത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യുമ്പോൾ 10, 15, 50 എന്നല്ല സർവ്വതും സദഖയായിട്ട് നൽകാൻ അല്ലാഹു തആല സദഖയും പ്രേരിപ്പിക്കുകയാ. എന്താ അത്ഭുതമാ! എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നൽകാൻ തയ്യാറാ. വിശാലമായ മനസ്കർ അല്ലാഹു തആല വിശാലമായ സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ഒരു ആവശ്യം കണ്ട് സഹായിക്കുന്ന സഹായമുണ്ട്, മറ്റൊന്നുണ്ട് ഇത് ഒരാളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ആർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഉപകാരം എടുക്കാമോ അവർക്കെല്ലാം അതിന്റെ ഉപകാരം. വഖഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയവിക്രയകളെ അവിടെ നിർത്തലാക്കുക എന്ന അർത്ഥം. ഇനി ആർക്കും വാങ്ങാനും പറ്റൂല, ഇനി ആർക്കും വിൽക്കാനും പറ്റൂല. ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ സാധനം, ഈ വസ്തു അല്ലാഹുവിന്റെ പേരിലാക്കിയിരിക്കുകയാ, വഖഫ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇതിന്റെ ഉപകാരം, ഇതിന്റെ ഉപയോഗം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും മുക്കിലും മൂലകളിലും ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഏക്കർ കണക്കിന് ഭൂമികളും അതിലൊരുപാട് സ്ഥാപനങ്ങളുമുണ്ട്. അധികവും മസ്ജിദുകളാണ്, അധികവും മദ്രസകളാണ്, അധികവും സ്കൂളുകളാണ്, അധികവും ആ നാട്ടിലെ വിധവകളെ സംരക്ഷിക്കാനുള്ള സ്ഥാപനങ്ങളാണ്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതായ വഖഫ് ഭൂമി
അതിന്റെ സർവ്വ ഉത്തരവാദിത്വവും അതിന്റെ സർവ്വ ആധിപത്യവും നിങ്ങളിൽ നിന്നും പിരിച്ചുവിടപ്പെടാൻ പോകുന്ന സന്ദർഭങ്ങളിലേക്കുള്ള ചർച്ചകൾ നീങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. പല പ്രാവശ്യം ഭേദഗതികൾ വന്നു. 1984 ഭേദഗതി വന്നു. അതിനുശേഷം 1995 ഏകദേശം മുസ്ലിമീങ്ങളുടെ ഏകദേശം ന്യായമായ അവകാശങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുമെന്ന് തോന്നും. എന്നാൽ ബഹുഭൂരിഭാഗവും വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതെ വന്നു. 2010 വന്നു. ഏകദേശം ഭൂരിഭാഗവും മുസ്ലിമീങ്ങൾക്കെന്നല്ല, ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗമെടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമാകുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ അതിനെ ശക്തമായി പൊളിച്ചു മാറ്റുന്ന ഒരു ഭേദഗതിയുമായുള്ള വിശാലമായ ചർച്ച നടക്കുമ്പോൾ മസ്ജിദുകൾ അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന, മദ്രസകൾ അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന, സ്കൂളുകൾ അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന, സാധു സംരക്ഷണ സമിതികൾ അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന, ആകെ ചുരുക്കം പറഞ്ഞാൽ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട പൊതു സ്വത്തുകൾ ഈ രാജ്യത്ത് തകർത്തെടിക്കപ്പെടാൻ പോകുന്ന സന്ദർഭങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഓരോ മനുഷ്യരും അതുമായി ബന്ധപ്പെട്ട്, മുസ്ലിമീങ്ങൾ എന്നല്ല, അടുത്തത് സിഖുകാരുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിമിനെ എടുക്കണം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ, ആധികാരികമായ ചരിത്രം പഠിക്കുമ്പോൾ മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ പണ്ഡിത വേഷധാരികളായ ആൾക്കാർ പോലും ഒറ്റുകാരായി നിന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ പൊളിക്കാനും ആ കാലഘട്ടത്തിൽ പണ്ഡിത സേകരികൾ അവർ വല്ലാത്ത ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇവരോടൊപ്പം സഹായത്തിന് നിൽക്കുന്നവരും ഇവരുടെ അധീനതയിൽ ജോലി ചെയ്യലും ഹറാമാണെന്ന് ആ സാഹചര്യത്തിൽ, ആ സന്ദർഭത്തിൽ ഫത്വ പുറപ്പെടുവിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇന്നും അങ്ങനെ തന്നെയാ. പല തരത്തിലും ഒറ്റുകാരും പല രീതിയിലും പല കോലത്തിലും പല രൂപത്തിലും ഉണ്ടാകും. അള്ളാഹു ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആധികാരികമായി നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അശാന്തമായി നാം ഇതിൽ ചിന്ത പുലർത്തേണ്ട ഒരു വലിയ ഗൗരവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടും നമ്മുടെ നാടിന്റെ പല അന്തരീക്ഷങ്ങളും. അല്ലാഹു തആല സ്വസ്ഥമായി സുഗമമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സംജാതമാക്കി തരുമാറാകട്ടെ. എല്ലാ മനുഷ്യരും ഒരുപോലെ, ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും എല്ലാ മനുഷ്യരും ഒരേപോലെ ജീവിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, എന്തിനേറെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണെന്ന് ഫത്വ പുറപ്പെടുവിച്ചത്. അതേ ഖുർആൻ വെച്ചിട്ട്, വിശുദ്ധമായ ഖുർആൻ വെച്ചിട്ട് പറയുകയാ, നമ്മളുടെ പള്ളികളിലുള്ള ഒളൂഖാനകളിൽ പന്നിമാംസവും പട്ടിമാംസവും കലർത്തിയതിന്റെ പേരിൽ മാത്രമല്ല, സാധുക്കളായ ഹിന്ദു മനുഷ്യരെയും സാധുക്കളായ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വിഭാഗത്തെയും അതിദാരുണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന ആയത്ത് ഇറക്കപ്പെട്ട സമുദായത്തിന് അത് കണ്ടിട്ട് കാണാത്തതുപോലെ ഇരിക്കാൻ കഴിയൂല. അത് ഖുർആനിനെതിരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ഇന്നും അങ്ങനെ തന്നെയാ പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം, നിങ്ങളുടെ ഇടയിലുള്ള സഹവർത്തിത്വത്തെ നിങ്ങൾ കുറച്ചുകൂടി വ്യാപകമാക്കി. നിങ്ങളുടെ ഇടയിലുള്ള സഹവർത്തിത്വം, നിങ്ങൾ ഇതര മത സഹോദരങ്ങളോട് നല്ലതുപോലെ നിങ്ങൾ പെരുമാറിക്കൊള്ളും. അവരെ നിങ്ങളുടെ ബന്ധുക്കളെ പോലെ കാണേണ്ടത്, നിങ്ങളുടെ ആത്മമിത്രത്തെ പോലെ കാണേണ്ടത്. അവരുമായിട്ടുള്ള നിങ്ങളുടെ സഹവർത്തിത്വമാണ് ഈ രാജ്യം തേടുന്ന ഈ സാഹചര്യത്തിന് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ, നമ്മളിൽ നിന്നും നമ്മളോടൊപ്പം സഹകരിച്ചു കൊണ്ടിരുന്ന ഓരോ മനുഷ്യരെയും ഈ വേട്ടക്കാർ ഒന്നൊന്നായിട്ട് അടർത്തിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ, പല കലാപങ്ങളിലും നടന്നപ്പോൾ ഹൃദയം പൊട്ടിക്കൊണ്ട് മൈക്കിന് മുമ്പിൽ വന്ന്, മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇന്നലെ വരെ മാമ എന്ന് വിളിച്ചു പുറകെ നടന്ന ഞങ്ങൾ, ഇന്നലെ വരെ ഞങ്ങളെ ആനന്ദത്തോടു കൂടി എടുത്തുകൊണ്ട് നടന്നവർ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കലാപഭൂഷിതമായിട്ട് കടന്നു വരുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആ നിമിഷമേ ഞങ്ങൾ മരണപ്പെട്ടു പോയി. രണ്ടാമതാണ് ഞങ്ങളിൽ പല ആൾക്കാരെയും അവർ കൊന്നൊടുക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധം നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ നല്ല സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നത് പള്ളിയിലേക്കല്ല, നിങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നത് മുഅ്മിനീങ്ങളിലേക്കല്ല, അന്നാസ്, സർവ്വ മനുഷ്യരിലേക്കുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാവരുമുണ്ട് അതിൽ. ക്രിസ്ത്യാനിയുമുണ്ട്, ഹിന്ദുവുമുണ്ട്, മതമുള്ളവനുമുണ്ട്, മതമില്ലാത്തവരുമുണ്ട്. മാനുഷിക പരിഗണന എല്ലാവരോടും നടത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. യർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള എല്ലാത്തിനോടും, അത് മൃഗമാണെങ്കിലും ശരി, പക്ഷിയാണെങ്കിലും ശരി. ചില ആയത്തുകളുടെ തഫ്സീറുകൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അനാവശ്യമായിട്ട്, ആവശ്യമില്ലാതെ രണ്ടില മാത്രം തളർത്തു നിൽക്കുന്ന ഒരു പച്ച മരത്തെപ്പോലും നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ.
പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇടയിൽ വർഗീയ ചിന്ത കൊണ്ട് നടക്കുന്നത്? പിന്നെ എങ്ങനെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ കഴിയുന്നത്? അങ്ങനെ മാറ്റി നിർത്തുമായിരുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ പൂർത്തിയാക്കപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ സ്വാതന്ത്ര്യ സമരം വരുമ്പോൾ മുഅ്മിനോട് പറയാനുള്ളത്, മനുഷ്യനോട് പറയാനുള്ളത്, തോളോട് തോൾ ചേർന്ന് നിന്നതിന്റെ അത്ഭുതകരമായ ഒരു ചരിത്ര വിജയമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഒരേപോലെ കാണാൻ കഴിഞ്ഞതിന്റെ പേരിൽ, എല്ലാവരും തുല്യമായി നിൽക്കാൻ കഴിഞ്ഞതിന്റെ പേരിൽ സമാധാനത്തോടുകൂടി ഇതുപോലെയുള്ള അന്തരീക്ഷമുള്ള രാജ്യത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ മ്യാൻമർ നമ്മുടെ മുമ്പിൽ ഗുണപാഠമാണ്. മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള സഹവർത്തിത്വം ചുരുങ്ങിപ്പോയാൽ, നമ്മളോട് അവർ സഹകരിച്ചില്ല എങ്കിലും അങ്ങോട്ട് സഹകരിക്കാനുള്ള നിർബന്ധ ബുദ്ധി നാം കാണിച്ചില്ല എങ്കിൽ മ്യാൻമർ നമ്മുടെ മുമ്പിൽ ഗുണപാഠമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, നിർഭയത്വത്തോടുകൂടിയുള്ള ഒരു നാളേക്ക് വേണ്ടി പരിശ്രമിക്കാം, ആത്മാർത്ഥമായി ദുആ ചെയ്യാം, അതിന്റെ കണ്ണികളാകാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. فقال نبينا محمد صلى الله عليه وسلم يرحموا من في الأرض يرحمكم من في السماء. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലെ ഏതെല്ലാം മാനുഷിക ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ ആ ഗുണങ്ങളെല്ലാം മാത്സര്യ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തു, ഓരോ ദുരന്തങ്ങളും വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുകയാണ്. ഒരു പ്രത്യേകത കൊണ്ടും അള്ളാഹു നമ്മളെ മാറ്റി നിർത്തിയതല്ല, പക്ഷേ ഒരു ഉത്തരവാദിത്വം കൂടി അള്ളാഹു താല ഓരോ ദുരന്തങ്ങളിലൂടെ നമുക്ക് നൽകുകയാണ്. ആ ദുരന്തങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം കൂടി അള്ളാഹു താല കൂട്ടി തന്നിരിക്കുകയാണ്, ഒരു ഗൗരവം കൂടി. എന്താ അത്? നിങ്ങളുമാകാമായിരുന്നു. പക്ഷെ അള്ളാഹു താല നിങ്ങളെ ബാക്കി വെച്ചു ഒരു ഗുണപാഠത്തിനായിട്ട്. ഏത് സുരക്ഷിതമായ സ്ഥലവും അള്ളാഹു പറയുന്നു അള്ളാഹുവിന് തുല്യമാണ്. ഏത് അപകടകരമായ സ്ഥലവും അള്ളാഹുവിന് തുല്യമാണ്. മനുഷ്യൻ നൽകുന്നതായ ബുദ്ധിമുട്ടിന്റെ, മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നതായ ദുരന്തത്തിന്റെ ഫലമാണ് പലപ്പോഴും പല ദുരന്തങ്ങളും. എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ വകങ്ങരച്ചു നിൽക്കുന്ന മാനസികാവസ്ഥയാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യം, അതിനേക്കാളും പ്രത്യേകിച്ച് നമ്മളുടെ സംസ്ഥാനം കേരളക്കരയിലുള്ള മുഴുവൻ മനുഷ്യരും. ഒരു ഉമ്മ പോലും ആ വിഷയത്തിൽ സങ്കടപ്പെടാത്തതില്ല. കുഞ്ഞു കുട്ടികൾ പോലും നാളെ കളിപ്പാട്ടം വാങ്ങാനായിട്ട് അവർക്ക് ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികൾ നൽകുന്ന 1 രൂപയുടെയും 5 രൂപയുടെയും തുട്ടുകൾ ഇട്ടുവെക്കുന്നതായ ആ ചില്ലറ പാട്ടകൾ പോലും ദുരിതാശ്വാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന, കരളലിയിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മളിങ്ങനെ ദിനേന നിമിഷങ്ങളോളം കണ്ടുകൊണ്ടിരിക്കുകയാ. ഇത്രയും വിശാലമായ ആർദ്രത അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയം, അതിലേറ്റവും ഗൗരവത്തോടുകൂടി ഓരോ ദുരന്തങ്ങളും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം, നീ മനുഷ്യനാകൂ എന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. എന്തു വലിയ അത്ഭുതകരമായ പ്രതിഭാസമാ. ദിവസങ്ങളായി മിണ്ടാതിരുന്ന ആൾക്കാർ, മാസങ്ങളായി മിണ്ടാതിരുന്ന ആൾക്കാർ, സ്വന്തം കുടുംബത്തിലെ പല ആൾക്കാരും മരണപ്പെട്ടു പോയി. പക്ഷേ ആ മനുഷ്യൻ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാസങ്ങളായി എൻ്റെ അയൽവാസിയുമായി ഞാൻ പിണക്കത്തിലായിരുന്നു, അവനൊന്ന് മരണപ്പെട്ടു, അവൻ്റെ കുടുംബം മൊത്തം മരണപ്പെട്ടു, എൻ്റെ കുടുംബവും മരണപ്പെട്ടു. അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമ്പോഴും ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വിറങ്ങലിക്കുന്നത്, മാസങ്ങളായി ഞാൻ അവനുമായി മിണ്ടാതായിരുന്നു. പലരുടെയും പല കത്തുകളും കാണുകയാ. പല കാരണങ്ങളുടെ പേരിൽ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പരാതിയുമായി അവരെ മോശക്കാരാക്കാൻ, ഇവരെ മോശക്കാരാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നവർ. ഒന്നുമില്ല, വീടുമില്ല, അതിർത്തിയുമില്ല, അതിർത്തി തർക്കവുമില്ല, ഒന്നുമില്ലാതെ എല്ലാം ഒന്നടങ്കം പോയ ആ പ്രദേശം കണ്ടിട്ടില്ലാത്ത, ഇതൊന്നും അറിയാത്ത ഒരാൾ ആ പ്രദേശത്ത് വന്നാൽ ഇങ്ങനൊരു വീടോ, ഇങ്ങനൊരു പ്രദേശമോ, ഇങ്ങനൊരു നാടോ ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ആദ് സമൂഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഒന്നടങ്കം നഷ്ടപ്പെട്ടിരിക്കുകയാ. എവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മളുടെ വാശികൾ?
നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സഹോദരങ്ങളോട് മിണ്ടാതിരിക്കുന്ന എത്ര ആൾക്കാരാണ് നമ്മുടെ അടുക്കൽ മരണപ്പെടുമ്പോൾ വാവിട്ട് കരയും. ഞാൻ മരണപ്പെടാം, നിങ്ങൾ മരണപ്പെടാം, നമ്മുടെ വാശി മാത്രം ബാക്കി നിൽക്കും. നമ്മൾ മരണപ്പെട്ടു പോകും. ആ സമയത്ത് അവിടെ പോയി നിന്ന് സങ്കടപ്പെട്ടിട്ട് പല ആൾക്കാർക്കും പലരോടും പുറത്തു പോലും പറയാൻ കഴിയൂല. എങ്ങനെയാ ഞാൻ പറയുന്നത്? എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, പക്ഷേ ഞാൻ ന്യായങ്ങൾ പറഞ്ഞു. ഇനി എങ്ങനെയാ തിരുത്തുന്നത്? അതിൻ്റെ പേരിൽ തിരുത്താതെ നിന്നു. തിരുത്തപ്പെടുന്ന ഒരു നിമിഷം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അത് അല്ലാഹുവിന്റെ സമക്ഷത്തില, അത് പരസ്യമാക്കപ്പെടുന്ന സന്ദർഭത്തില. അതുകൊണ്ട് ആരോട് നമുക്കൊരു വാശിയുമില്ല. എന്ത് വാശി? എവിടെ വാശി കൊണ്ട് നടക്കാൻ? ഒരു വാശിയും നമുക്കില്ല. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം, നീ ഒരു മനുഷ്യനാകണം. മാനുഷിക ഗുണങ്ങൾ അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകരെ ഹദീസിൽ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നടന്നിട്ട് എന്തു ഗുണമാ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇടയിൽ? ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്, വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ആ വ്യത്യസ്തമായ ഗുണങ്ങളിൽ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സ്വഭാവമുണ്ട്. അത് പ്രത്യേകമായ സ്ഥലത്ത് വരുമ്പോൾ ഒരു സ്വഭാവം, വേറൊരു സ്ഥലത്ത് വരുമ്പോൾ മറ്റൊരു സ്വഭാവം. ചില ആൾക്കാരുമായി അഭിമുഖീകരിക്കുമ്പോൾ ഒരു സ്വഭാവം, മറ്റു ചില ആൾക്കാരുമായി വരുമ്പോൾ വേറൊരു സ്വഭാവം. എൻ്റെ മകനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കരുണയാണ്. എൻ്റെ മകൻ എൻ്റെ കാലിൽ ചവിട്ടിയാൽ ഞാൻ പുഞ്ചിരിക്കും. എൻ്റെ മകൻ എൻ്റെ ഉടുപ്പ് വലിച്ചു കയറിയാൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ മകനല്ലേ. അതേ പെരുമാറ്റം വേറെ ആരുടെയോ മകൻ ചെയ്താൽ എൻ്റെ മുഖമെല്ലാം ചുളുവും, എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം മാറും, എൻ്റെ മുഖം വളരെ ക്രൂരമായി മാറും. പ്രതികരിക്കാൻ ഞാൻ ആഞ്ഞെടുക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, നീ മനുഷ്യനായിരുന്നു നേരത്തെ നിന്റെ മകനുമായുള്ള സമീപനത്തിൽ, ഇപ്പോൾ നീ മൃഗമായി മാറുകയാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പലരുമായി നമ്മൾ സഹകരിക്കാറുണ്ട്, പലർക്കും നമ്മൾ കൊടുക്കാറുണ്ട്, പലർക്കൊന്നും വാങ്ങാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കാറുണ്ട്. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണ തളകയിൽ ഒരല്പം ഭക്ഷണം അടുത്തിരുന്ന ഭാര്യയുടെ കയ്യിൽ നിന്നോ വാപ്പയുടെ കയ്യിൽ നിന്നോ ഉമ്മയുടെ കയ്യിൽ നിന്നോ തട്ടി നമ്മുടെ വസ്ത്രത്തിലേക്ക് വീണാൽ നമ്മൾ അവരെ അടിക്കാൻ തയ്യാറാകൂല, ചീത്ത പറയാൻ തയ്യാറാകൂല. പക്ഷെ ഒരു റെസ്റ്റോറന്റിൽ പോയാൽ അബദ്ധം പറ്റിയാൽ ആ സാധുവായ വിളമ്പാൻ നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കാനും കഴുത്തിൽ പിടിക്കലും ആണത്തമായി കാണൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അത് ആണത്വമല്ല, നീ മൃഗമാകുകയാ, നീ ശൈത്താനാകുകയാ, ശൈത്താന്റെ സ്വഭാവത്തിലേക്ക് മാറുകയാ. കരുണ, ഒരു ഭാഗത്ത് കരുണ, വിശാലമായ കരുണ. ചില ആൾക്കാർ പുറത്തിറങ്ങിയാൽ വല്ലാതെ വിശാലമാ, സാമൂഹിക പ്രവർത്തകര, ആരെ കണ്ടാലും അവരോടെല്ലാം സന്തോഷമാക്ക. വീട്ടിലേക്ക് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ പറയുകയാ, വീട്ടിലേക്ക് വന്നാൽ വല്ലാത്ത മസിലുപിടുത്തമാ, ഭാര്യയോട് കർക്കശമായ സ്വഭാവം, മക്കളോട് കർക്കശമായ സ്വഭാവം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ മനുഷ്യനല്ല, ആ സമയത്ത് നീ പൈശാചികമായ മൃഗത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകുകയാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മലമൂത്ര വിസർജനം പോയില്ല എങ്കിൽ, ഒരു ദിവസം ബാത്റൂമിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് അത്രയേ ഉള്ളൂ മനുഷ്യൻ. എത്ര കോടികളുണ്ട് എങ്കിലും ഒരു ദിവസം മൂത്രമൊഴിക്കാൻ പോയിരുന്നിട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത്രയേ ഉള്ളൂ മനുഷ്യൻ. ആരെയും നോക്കൂല. 3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടിനടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു ഹൈന്ദവ സഹോദരൻ പെട്ടെന്ന് അസ്വസ്ഥമായി, വല്ലാത്ത നെഞ്ചുവേദന വന്നു. വീട്ടിൽ 2-3 കാറുള്ളതാ, പക്ഷെ ആരുമില്ല. അത് കണ്ടിട്ട് പെട്ടെന്ന് ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ, ദിവസങ്ങളായി മിണ്ടാതിരുന്ന വീടാ, പക്ഷേ ബുദ്ധിമുട്ട് വന്നു. വെപ്രാണത്തിൽ ഓടി അവിടേക്ക് പോയി. അവിടെ ആരോ വന്നു, ആ വാഹനത്തിൽ പെട്ടെന്ന് പോയി. ഡോക്ടർമാർ പറഞ്ഞു, ഒരല്പസമയം താമസിച്ചിരുന്നുവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ നമ്മൾ. നല്ല ആരോഗ്യമുള്ള, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ആയുസ്സെത്താൻ നിങ്ങളുടെ ആരോഗ്യം ഒരു കാരണമല്ല, നിങ്ങളുടെ ആയുസ്സെത്താൻ നിങ്ങളുടെ സൗന്ദര്യം ഒരു കാരണമല്ല, നിങ്ങളുടെ ആയുസ്സെത്താൻ നിങ്ങളുടെ പ്രായവും ഒരു കാരണമല്ല. മനുഷ്യനാകൂ. വിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല നമുക്ക് മാനുഷിക ഗുണങ്ങൾ നൽകുമാറാകട്ടെ. അതിന്റെ ഭാഗമായിട്ട് ആ പ്രിയപ്പെട്ടവരെ, സാധുക്കളെ സഹായിക്കാനുള്ള ഒരു ആവേശകരമായ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ഒന്നും നോക്കാതെ എല്ലാം കൊടുക്കാൻ തയ്യാറാകുന്നവരാ മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല ആ ഗുണം മരണം വരെ, അല്ല ഖിയാമത്ത് നാൾ വരെ നമ്മുടെ തലമുറയ്ക്ക് അല്ലാഹു തആല ബാക്കി വെക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുള്ള മനുഷ്യരെ നിങ്ങൾ സഹായിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്കാ, ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിച്ചാൽ ആരെക്കൊണ്ടും തീർക്കാൻ പറ്റാത്ത നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു അക്ബർ. എന്തു വലിയ വാക്കാ! നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് മാറ്റിയാൽ ആരെക്കൊണ്ടും തീർക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് അല്ലാഹു നിങ്ങൾക്ക് മാറ്റിത്തരും. അല്ലാഹു നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറഞ്ഞിരുന്നു, അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ തയ്യാറായിട്ട് വരണം. നേരിട്ട് അവിടുത്തെ മഹല്ലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ജമാഅത്ത് അംഗങ്ങൾ, നമ്മളുടെ കമ്മിറ്റി പരിപാലകർ അൽഹംദുലില്ലാഹ് നേരിട്ട് പോയി അവിടെ ചില വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പരിശ്രമത്തിലാണ്. അതിൽ എല്ലാവരും പങ്കാളികളാകി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല സംഭാവന അല്ലാഹു തആല നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും മാറ്റണം. അസ്സദഖത്തു റദ്ദുൽ ബല. അതാർക്ക് ചെയ്താലും
ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യൻ, അവന്റെ കഷ്ടപ്പാട് മാറ്റാൻ, അവന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ നാം ഒരു വാക്ക് ഉപയോഗിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു തആല നേരത്തെ അസ്ലിയായി തീരുമാനിച്ച നിന്റെ മേൽ ഇറങ്ങാനിരിക്കുന്ന ഒരു ആപത്തിന്, ഒരു ബുദ്ധിമുട്ടിന് അള്ളാഹു തആല മാറ്റിത്തരും. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും എല്ലാവരെയും കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇതിന്റെ പ്രവർത്തകരാകിൻ. അല്പം കൊടുത്തിട്ട് മാറി നിൽക്കാനല്ല, നമ്മളൊരു പ്രവർത്തകരാകിൻ. അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും രക്ഷിക്കുമാറാകട്ടെ. ആരെല്ലാം അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, നിഷ്കളങ്കമായ നെയ്യത്തോടുകൂടി, ഒരു രാഷ്ട്രീയ താല്പര്യവുമല്ല, എല്ലാവരും ആത്മാർത്ഥമായി ഭക്ഷണം കഴിക്കാതെ മൈലുകളോളം എന്തു പ്രതിഫലമാ അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. 15 കിലോമീറ്ററോളം 2-3 സഹോദരങ്ങൾ ഒരു മയ്യത്ത് കൊണ്ട് മാറി തിരിഞ്ഞും ചുമന്നുപോയി. ഒരു രാഷ്ട്രീയവുമല്ല, മനുഷ്യത്വമാണ്. ഒരു വർണ്ണവുമല്ല, അവിടെ മനുഷ്യത്വമാണ്. ഒരു വർഗവുമല്ല, അവിടെ മനുഷ്യത്വമാണ്. അല്ലാഹു തആല ആ ഗുണം എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രത്യേക ഒരു സമയത്ത് മാത്രമല്ല, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രമല്ല. ഖുർആൻ പറയുന്നു, എല്ലാ സമയത്തും, രാത്രിയും പകലും, വീട്ടിലും പുറത്തും, മാർക്കറ്റിലും പള്ളിയിലും, എല്ലാ സമയത്തും നിങ്ങൾ ഒരേ സ്വഭാവക്കാരായിരിക്കണം. 2 സ്വഭാവമുള്ളവരുടെ മുഖത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാകൂല. അള്ളാഹു തആല നമുക്ക് നല്ല ഗുണങ്ങൾ നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല സഹായികളായിട്ട്, ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവരായിട്ട് അള്ളാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹായം ചെയ്യുന്നു. അള്ളാഹു തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ഒരുപാട് പകരം അള്ളാഹു നൽകുമാറാകട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم خصوصا عن أولهم أمير المؤمنين أبي بكر الصديق رضي الله تعالى عنه وعن ثانيهم أمير المؤمنين عمر بن الخطاب رضي الله تعالى عنه وعن ثالثهم أمير المؤمنين عثمان بن عفان رضي الله تعالى عنه وعن رابعهم أمير المؤمنين علي بن أبي طالب رضي الله تعالى عنه وعن عمي نبيك حمزة والعباس رضي الله تعالى عنهما وعن سيدة نساء أهل الجنة فاطمة الزهراء رضي الله تعالى عنها وعنهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات റഹമുറഹീമായ നാഥ, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളിൽ ഒരാളെപ്പോലും നീ മഹ്റൂമാക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവം നീ നൽകണേ തമ്പുരാനെ. കരുണയുടെ, അനുകമ്പയുടെ സ്വഭാവം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാവരോടും, മനുഷ്യരോടും, മൃഗങ്ങളോടും, സസ്യലജാതികളോടും അള്ളാഹുയെ നിന്റെ ഹബീബിന്റെ സ്വഭാവം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. അള്ളാഹു ഭൂമിയിൽ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യർ നല്ല സ്വഭാവമുള്ളവരാണ് തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെ എല്ലാം നീ ആ കൂട്ടത്തിലാക്കണേ അല്ലാഹ്. ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല സഹായമാണെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചു തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് സഹായത്തിന്റെ മനസ്സ് നൽകണേ അല്ലാഹ്. വാക്കുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായത്തിന് മുമ്പിൽ നിൽക്കുന്നവരായിട്ട് അള്ളാഹു ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. അള്ളാഹു ദുരന്ത ഭൂമിയെ നീ അനുഗ്രഹത്തിന്റെ ഭൂമിയാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പറഞ്ഞിരിക്കുന്ന മനസ്സോടുകൂടി അല്ലാതെ വാർത്തകൾ കാണാനും കേൾക്കാനും കഴിയുന്നില്ല തമ്പുരാനെ. അവിടെ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹു മനുഷ്യനാണോ എന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ വികൃതമായി തമ്പുരാനെ. അള്ളാഹു മതം ഏതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായി തമ്പുരാനെ. അള്ളാഹു അതിന് നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അള്ളാഹു അവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് നീ താജിയത്തിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അള്ളാഹു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മരണപ്പെട്ട് അള്ളാഹു വറങ്ങലിച്ചു നിൽക്കുന്നു തമ്പുരാനെ. അള്ളാഹു ഈമാനിന്റെ പേരിൽ അവർ ഭ്രാന്തന്മാരാകുന്നില്ല തമ്പുരാനെ. അള്ളാഹു നീ അവർക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്കും അവർക്കും നീ ഈമാനും യഖീനും നൽകണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ ഈമാനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അള്ളാഹു അവസാനം വരെ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അള്ളാഹു കലിമ ചെല്ലാതെ ഞങ്ങളിൽ ഒരാളെപ്പോലും നീ മരണപ്പെടുത്തല്ലേ തമ്പുരാനെ. അള്ളാഹു അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു നൽകണേ അല്ലാഹ്. അള്ളാഹു ദുനിയാവിലോ ആഖിറത്തിലോ നീ തിരിച്ചു നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വർഗത്തിൽ നീ അവർക്ക് തിരിച്ചു നൽകണേ അല്ലാഹ്. അള്ളാഹു ഏതെല്ലാം തരത്തിൽ ആരെല്ലാം അവരെ സഹായിക്കുന്നോ അവരെ എല്ലാം നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹു ആ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.